സിനിമാ ഗാനങ്ങൾക്കുമുപരി ലളിതഗാന ശാഖയ്ക്കാണ് ഈ പാട്ടുകാരി വലിയ സംഭാവനകൾ നൽകിയത്. റേഡിയോ പ്രേക്ഷകർ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് ഇവരുടെ മധുര ശബ്ദത്തിൽ കേട്ട ലളിത സുന്ദര ഗാനങ്ങൾ. പാട്ടുകാരിയായി, അഭിനേത്രിയായി സിനിമയിൽ തിളങ്ങിയ രാധാദേവി നാടകരംഗത്തും ശ്രദ്ധേയയായിരുന്നു. അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ ആടിയാണ് നാടകപ്രേമികളുടെ സ്നേഹം ഇവർ സ്വന്തമാക്കിയത്. രണ്ടിടം കഴിയുന്നൊരു സിനിമ എടുത്തു സുബ്രഹ്മണ്യം മലയാളി. അപ്പോൾ അതിൻ്റെ പാട്ടിന് വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് വിളിച്ചു. അതിന് പോയി പാട്ടൊക്കെ റിഹേഴ്സൽ ചെയ്ത് ഹീറോയിൻ്റെ ഇതിനാണ് പാടേണ്ടത്. എല്ലാം കഴിഞ്ഞിട്ട് അതൊരു എന്തോ പറയുമ്പോൾ ഒരു ഷോക്ക് പോലെ ആയിപ്പോയി. കാരണം എല്ലാം കഴിഞ്ഞ് റെക്കോർഡിങ്ങിൻ്റെ അന്ന് രാവിലെ ആയപ്പം ഈ തൃശ്ശൂർ രാധാകൃഷ്ണൻ പോയിട്ട് സുലോചനെ വിളിച്ചുകൊണ്ട് എന്നുവെച്ചാൽ അവരുടെ രണ്ടിടങ്ങഴിയിൽ അതേ ഭാഷയാ ഇതുമൊക്കെയാണ്. അതുകൊണ്ട് അവർ പാടിയാൽ നന്നായിരിക്കുമെന്ന് മുതലാളിയുടെ പറഞ്ഞു. അപ്പോൾ പറയും മ്യൂസിക് നിങ്ങൾക്ക് വിട്ടിരിക്കുകയാണ്, അപ്പോൾ ആരെന്ത് പാടണം എടുക്കുക എനിക്ക് പറയാൻ കാര്യമില്ല. പക്ഷേ ഇത്രയും ദിവസം രാധാദേവി പാടിയതുകൊണ്ട് അവരെ പഠിക്കണമില്ല എന്ന് പറഞ്ഞു. അല്ല നമുക്ക് ഇവരെ കൊണ്ട് പാടിക്കാമെന്ന്. അങ്ങനെ ഒരു വിഷമം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ഒരു വലിയ കഷ്ടമല്ലേ എന്ന് വെച്ചാൽ ഒരു 15 ദിവസം രായും പകലും റിഹേഴ്സൽ ചെയ്ത് പാട്ടുകളെല്ലാം പഠിച്ചു വെച്ച് റെക്കോർഡിങ് സമയത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ അങ്ങനെ അതൊക്കെ ഈ കലാപരമായിട്ട് ഈ സിനിമയിലും നാടകത്തിലും ഒക്കെ ഉള്ള ഒരു ആളുകളുടെ ഒരു എന്താ പറയാനായിട്ട് അവരുടെ ഒരു പെരുമാറ്റമാണത്. അങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പാടാതെയായപ്പം മുതലാളി വേറൊരു സീന് ഡയറക്റ്റ് ചെയ്തിട്ട് അതിൽ 1-2 പാട്ട് ഈ ഓടുന്നുണ്ടേ മാണിക്കച്ചമ്പഴുക്ക ഓടുന്നുണ്ടേ മാണിക്കച്ചമ്പഴുക്ക അങ്ങനെ ഒരു റോളെന്തോ ആർക്കാ കൊടുത്തിട്ട് അത് 1-2 പാട്ട് എന്നെ കൊണ്ട് പാടിച്ചു. നിരാശ വേണ്ട എന്ന് പാടണ്ടെന്ന് വെച്ച് തിരിച്ചു വന്ന പക്ഷെ പാടി. കലാകാരിയെ അംഗീകരിക്കുന്ന വലിയ മനസ്സിന്റെ ഉടമയായ ഒരാളെയായിരുന്നു ഭർത്താവായി കിട്ടിയത്. വർഷങ്ങൾക്കിപ്പുറം ഇന്ന് രാധാദേവി വിധവയാണ്. എൻ്റെ ഹസ്ബൻഡ് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻ്റ് രജിസ്ട്രാറായിരുന്നു. അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ 28 വർഷമായി. നമ്മളെ പ്രോത്സാഹിപ്പിക്കും, അങ്ങനെ ഒരു ഇതുണ്ട്. പുള്ളിക്കും പാട്ടൊക്കെ കുറേ കഴിഞ്ഞിട്ട് പാടിക്കൊണ്ടൊക്കെ നടക്കും. ഈ കുടുംബം എല്ലാവരും പാടും. അപ്പോൾ അദ്ദേഹത്തിന് ആ പാട്ടൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് എന്നെ വിട്ടത്. പക്ഷേ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണ് ആദ്യമൊക്കെ പിന്നെ ഒന്നിനും പോകാതെയൊക്കെ റേഡിയോ സ്റ്റേഷൻ തന്നെ കഴിഞ്ഞു കൂടിയത്. അതാകുമ്പോൾ പിന്നെ അവർക്ക് അഭിമാനമുള്ളൊരു ജോലിയാണല്ലോ. അങ്ങനെ സ്നേഹസമ്പന്നയായ അമ്മയായി, അമ്മുമ്മയായി രാധാദേവിയുടെ ജീവിതം തുടരുന്നു. ഇതെൻ്റെ ഒരു മകൻ, എനിക്ക് വേറെ കുട്ടികളൊന്നുമില്ല. അവൻ്റെ പേര് നന്ദഗോപൻ, കയർ ഫെഡ് ജോലി ചെയ്യണം. ഇത് മകൻ്റെ മകള്, അത് ഒരു കുട്ടിയേ ഉള്ളൂ. അവളുടെ പേര് അശ്വതി നന്ദഗോപൻ. ഇപ്പം ആനിമേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻജിനീയറിങ് കഴിഞ്ഞിട്ടാണ് ഇപ്പം ആനിമേഷൻ പഠിക്കുന്നത്. ഇതെൻ്റെ മരുമകൾ, മകൻ്റെ ഭാര്യ, ലക്ഷ്മി എന്നാണ് പേര്. ഇടയ്ക്ക് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു ഇവിടെ ലോ അക്കാഡമിയിൽ. ഇപ്പം ജോലിയില്ല, വെറുതെ ഇരിക്കുന്നു. അതാണ് ഞങ്ങളുടെ കുടുംബം. തിരക്ക് പിടിച്ച ഒരു കാലത്തിന് ശേഷം ഈ വാർദ്ധക്യകാലം രാധാദേവിക്ക് വിശ്രമത്തിൻ്റേതു മാത്രമായ ഒഴിവുകാലമല്ല. ഗാനങ്ങൾ എഴുതിയും നിറമങ്ങാത്ത സ്മരണകൾക്ക് അക്ഷരരൂപം നൽകുന്നു. എഴുത്തിന്റെ ലോകത്ത് തിരക്കിൽ തന്നെയാണിവർ. ഒപ്പം ഈശ്വര പൂജയിലും ആനന്ദം കണ്ടെത്തുന്നു ഈ അമ്മ. ചുമ്മായിരിക്കുമ്പോൾ കുറേ പാട്ട് പോലെയൊക്കെ എഴുതി വയ്ക്കും. നല്ലതായിട്ടൊന്നുമല്ല, ദൈവത്തിനെ കുറിച്ചോ അങ്ങനെയൊക്കെ പാട്ട് എഴുതി വയ്ക്കും. പിന്നെ അതുപോലെ 1-2 പാട്ട് ഞാൻ എഴുതിയത് ആകാശവാണിയിൽ ലളിതഗാനമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഭക്തിഗാനം അല്ലെങ്കിൽ താരാട്ട് പോലെ അങ്ങനെയൊക്കെയുള്ള എഴുതിക്കൊണ്ടിരിക്കും. പിന്നെ വല്ലവരും വന്നൊക്കെ സംശയങ്ങളോ അഭിനയിക്കാൻ കൊച്ചു പിള്ളേരോ വല്ലാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ വീട്ടിൽ ചുമ്മാ, അല്ലാതെ വെളിയിലെങ്ങും പോയി പറഞ്ഞു കൊടുക്കും. പാട്ട് പഠിപ്പിക്കാനായിട്ട് ക്ലാസ്സൊക്കെ ഇട്ട് തരാം. ഇവിടെ അടുത്തൊരു ആൾ പറഞ്ഞു, നീ അതൊന്നും വയ്യ, വേണ്ട. ഒരു കലാകാരി എന്ന നിലയിൽ പ്രേക്ഷക ആരാധന ഏറെ നേടിയ ഒരാൾ. പ്രശസ്തി മാത്രമല്ല, നാടിന്റെ ആദരവും സ്വന്തമാക്കി രാധാദേവി.
നിരവധി അംഗീകാരങ്ങളും ഇവരെ തേടിയെത്തി. അവാർഡുകൾ തരപ്പെടുത്തിയെടുക്കാൻ പലരും ഓടി നടക്കുമ്പോൾ അംഗീകാരങ്ങൾ എപ്പോഴും ഇവരെ തേടിയെത്തുകയായിരുന്നു. പ്രക്ഷേപണ കലയിൽ ഇവരുടെ സംഭാവന വളരെ വലുതായിരുന്നു. നമ്മൾ വിചാരിക്കാത്തൊക്കെ വാസ്തവം പറഞ്ഞെങ്കിൽ ദൈവം തന്നു. എല്ലാ കലയിലും നമുക്ക് ഒന്നുമില്ലെങ്കിലും ഓരോ അവാർഡെന്നും പറഞ്ഞ് എല്ലാത്തിലും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു ഭാഗ്യമല്ലേ, ഈശ്വരൻ്റെ സഹായം. കണ്ടുകൂടാത്ത കുട്ടികളുണ്ടല്ലോ, അവർ വന്നിട്ട് നമ്മുടെ ശബ്ദം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അവർ എത്രത്തോളം അത് കേൾക്കുന്നുണ്ട്, അതൊക്കെയാണ് നമുക്കുള്ളൊരു വലിയ അഭിമാനം ജീവിതത്തിൽ. പാട്ടെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ജീവനാണ്. ഇപ്പോഴും അതെ, എവിടെയെങ്കിലും പാട്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ പാടാൻ അധികം പറ്റുന്നില്ല, നമ്മുടെ ശബ്ദത്തിൻ്റെ ഇതൊക്കെ കൊണ്ട്. എന്തായാലും സ്റ്റേജിൽ പാടാൻ പറഞ്ഞാൽ മുക്കിമുളിയെങ്കിലും എങ്ങനെയും ഒരു പാട്ട് പാടും. അതിപ്പോഴും ഒരാഗ്രഹമാണ്. അങ്ങനെ ഈ ഭാഗ്യമൊക്കെ മതി, അധികം കിടക്കാതെ എടുക്കാതെയൊക്കെ ദൈവം കൊണ്ടുപോകണം. അത് മാത്രമാണ് ഇപ്പോഴത്തെ പ്രാർത്ഥന. എൻ്റെ പ്രായമൊക്കെ ആയില്ലേ. കൂട്ടിലൊരു തത്തമ്മ കാത്തിരിക്കുന്നേ, തന്റെ കൂട്ടുകാരൻ വരും വഴി പാർത്തിരിക്കുന്നേ. ഇന്നലെയുടെ ആകാശത്ത് നക്ഷത്രപ്രഭ വിടർത്തിയ ഒരു കലാകാരി ഇന്ന് ആകാശം വിട്ട് ഇവിടെ ഈ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നു. മലയാള സിനിമയിലെ ആദ്യകാല നായികമാരിലൊരാൾ, ആദ്യകാല ഗായികമാരിലൊരാൾ, ആദ്യകാല ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, റേഡിയോ സ്റ്റാർ എന്നിങ്ങനെ ബഹുമതികൾ തൊങ്ങല് ചാർത്തിയതാണ് ഈ ജീവിതം. മറക്കുക എങ്ങനെയാണ് ഈ അമ്മയെ?